അതിജീവനത്തിൻ്റെ ആവർത്തിക്കുന്ന കരുത്തോടെ വന്യമായ തിരമാലകൾ പോലെ തങ്ങളിലേക്ക് പതിക്കുന്ന എല്ലാ ക്രൂരതകൾക്കും മേൽ നിഷ്കളങ്കമായ ഭാവത്തോടെ പറന്നുയരാൻ ശ്രമിക്കുന്ന ഒരു ജനതയുടെ പര്യായപദമാണ്. എന്തിന് പര്യായപദമാക്കണം? നേർക്ക് നേരെയുള്ള പദമാണ് ഫലസ്തീൻ്റെ ജനത. കാരണം അവർ നേരിടുന്ന വംശഹത്യ, അവരുടെ മേൽ നടത്തുന്ന ആക്രമണങ്ങൾ, ഓരോ കുടുംബങ്ങളിൽ നിന്നും, സ്കൂളുകളിൽ നിന്നും, വീടുകളിൽ നിന്നും ഒറ്റയ്ക്കും കൂട്ടായും കബറടക്കാൻ പോലും ബാക്കി കിട്ടാതെ മണ്ണിൽ പുതഞ്ഞുപോയ മനുഷ്യരുടെ ദുഃഖങ്ങളുടെ മേലെയാണ് വീണ്ടും അവർ പ്രതീക്ഷയുടെ, സന്തോഷത്തിൻ്റെ, ജീവിതമെന്ന് പറഞ്ഞുകൂടാ, അവശേഷിക്കുന്ന സമയം ആത്മഹത്യ ചെയ്യാതെ തള്ളി നിൽക്കുന്നത്. ആ മനുഷ്യർക്കും സന്തോഷിക്കാൻ ചില നിമിഷങ്ങളുണ്ടായി എന്ന് പറയുന്നതും ലോകത്തിൻ്റെ വേറിട്ടൊരു കാഴ്ചയായിരുന്നു. അതിൻ്റെ സാങ്കത്യം എന്തു തന്നെയായാലും തങ്ങളെ കൊല്ലുന്ന, തികച്ചും വന്യമായ മനസ്സോടെ തങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരാൾ കയ്യിൽ ഉയർത്തി കാണിച്ച ജേഴ്സി അത് പരാജയപ്പെട്ട നിമിഷവും തങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ എവിടെയോ കിടന്ന് ശബ്ദിച്ച കുറേ മനുഷ്യർ ഉൾക്കൊള്ളുന്ന രാജ്യഭരണകൂടം പിന്തുണയ്ക്കുന്ന രാജ്യം വിജയിച്ചതിൻ്റെ സന്തോഷത്തിലുമായിരുന്നു ഇന്നലെ ഫലസ്തീൻ്റെ തെരുവുകൾ. അവിടുത്തെ ആഘോഷങ്ങൾ വാർത്തകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിറഞ്ഞു നിന്നു. ദേ ഇതുപോലെ. അതായത് ഫലസ്തീൻ്റെ തെരുവുകൾ ഏറ്റവും സന്തോഷപൂർവ്വം ആ വിജയത്തെ ആഘോഷിച്ചു എന്നാണ് വാർത്ത വരുന്നത്. അതിൻ്റെ വംശീയ താല്പര്യങ്ങളെ സംബന്ധിച്ച് എനിക്ക് വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. ഞാൻ മെസ്സിയെയും അർജൻറ്റീനയെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അതിനെനിക്ക് എൻ്റെ യുക്തിയുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങൾ ഈ നമ്മൾ പറയുന്ന GCC രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളെക്കാൾ ഫലസ്തീന് വേണ്ടിയുള്ള ശബ്ദങ്ങൾ തെരുവുകളിൽ മുഴങ്ങുന്നതിനെ അംഗീകരിച്ചവരാണ് എല്ലാ വലതുപക്ഷ തീവ്ര നിലപാടുമുള്ള അർജൻറ്റീനിയൻ സർക്കാർ പോലും. പക്ഷേ അനുഭവിച്ചവൻ ആഹ്ലാദപൂർവ്വം ആഘോഷിക്കുന്ന നിമിഷത്തെ, അവൻ്റെ സന്തോഷത്തെ ഞാൻ ബഹുമാനിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. അവൻ്റെ മേൽ യുക്തിയോ മറ്റെന്തെങ്കിലും പറയുന്നതിൽ കാരണമില്ല. അവൻ കാണുന്നത് അവൻ്റെ മേൽ ബോംബിട്ട കൈകളിൽ ഉയർത്തുന്ന ജേഴ്സിയുടെ നിറം, ആ നിറം തകർന്നു പോയെങ്കിൽ, അത് തോറ്റുപോയെങ്കിൽ അവൻ സന്തോഷിക്കുന്നതിൻ്റെ ന്യായത്തെ നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. അതെ, ആ തെരുവുകൾ ഇന്നലെ ആഘോഷത്തിലായിരുന്നു. ലമീൻ യമാൽ അവരുടെ ശബ്ദമായി അവർ വ്യാഖ്യാനിച്ചെടുത്തു. ഇല്ലാത്തവരുടെ ഇടയിൽ നിന്നും ഉള്ളവൻ്റെ നേരെ പായിച്ച ബുള്ളറ്റ് പോലെയാണ് അവൻ പായിച്ച ഗോളുകളെ അവർ നോക്കിക്കണ്ടത്. സത്യത്തിൽ അത്തരമൊരു തെരുവിൻ്റെ ആഘോഷങ്ങൾ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിലും സാമൂഹ്യ മാധ്യമങ്ങളിലും നിറയെ കാണാം. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ, ഒറ്റപ്പെട്ടുപോയ ജീവിതങ്ങൾ, പാതി വെന്ത ശരീരവുമായി തങ്ങൾ ആഗ്രഹിച്ചത് ചിലത് നേടി എന്ന് സന്തോഷിക്കുന്ന നിമിഷത്തെ നെഞ്ചോട് ചേർക്കുന്നു. ആ സന്തോഷത്തെ മാത്രം, അവർ സന്തോഷിക്കുന്ന കാരണങ്ങളെയും ഞാൻ ഇഷ്ടപ്പെടുന്നു. പക്ഷേ അപ്പോഴും എനിക്ക് അർജൻറ്റീനിയൻ ടീമിനോടും ലയണൽ മെസ്സിയോടുമുള്ള എൻ്റെ ആ വികാരത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അതുകൂടി പറയണമല്ലോ.